നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ സമത്വ സർവീസ് സെന്ററിന്റെ ടെക് എക്സാം എഴുതുന്നതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇന്നിവിടെ നമ്മൾ പറയാൻ പോകുന്നത് മെയിൻ എക്സാം എങ്ങനെ എഴുതാം എന്നതിനെ കുറിച്ചാണ്. മെയിൻ എക്സാമിലേക്ക് പോകുന്നതിനായി ടെക് എക്സാം പൂർത്തിയാക്കിയതിനു ശേഷം താഴെ കാണുന്ന മെയിൻ എക്സാം എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മെയിൻ എക്സാം ലോഗിൻ യൂസർ എന്ന വിൻഡോ ഓപ്പൺ ആയി വരും. ടെക് എക്സാം പൂർത്തിയാക്കിയതിനു ശേഷം കിട്ടിയ ടെക് സർട്ടിഫിക്കറ്റ് നമ്പരും പാസ്വേഡും ഉപയോഗിച്ച് സബ്മിറ്റ് ആൻഡ് ലോഗിൻ ചെയ്യുക. ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ക്യാപ്ചർ യുവർ ഫോട്ടോ എന്ന വിൻഡോ ഓപ്പൺ ആയി വരും. അവിടെ നിങ്ങളുടെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുക. ഇവിടെ വേണ്ട നിർദ്ദേശങ്ങൾ ഒരു ബോക്സിൽ നമുക്ക് കാണാം. അത് നമ്മൾ ശ്രദ്ധാപൂർവം വായിച്ചു നോക്കണം. ആ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ അറിയാം, ശരിയായിട്ടിരിക്കണം, തല ചരിക്കരുത്, നേരെ തന്നെ നോക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയരുത്. ഇതൊക്കെ നിർദ്ദേശമായിട്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ, ഇത് ശരിയായ രീതിയിൽ വന്നെങ്കിൽ മാത്രമേ നമ്മളുടെ ഇമേജ് അവിടെ ക്യാപ്ചർ ചെയ്യത്തുള്ളൂ. തുടർന്ന് നെക്സ്റ്റ് ക്യാപ്ചർ ആധാർ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്യാമറയ്ക്ക് മുമ്പിലേക്ക് ആധാർ നേരെ തന്നെ പിടിച്ച് ബ്ലറൊക്കെ വരാത്ത കാണിച്ച് ക്യാപ്ചർ ചെയ്യുക. അതിനുശേഷം ഗെറ്റ് വേരിഫിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് അപ്ലോഡഡ് ആൻഡ് സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്റ്റാർട്ട് എക്സാം എന്നും വിൻഡോ ഓപ്പൺ ആകുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും 60 മിനിറ്റ് ആണ് എക്സാം സമയം. ഇവിടെ പരീക്ഷയ്ക്കുള്ള നിർദ്ദേശങ്ങളെല്ലാം വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഒന്ന് ശരിയായ രീതിയിൽ വായിച്ചു നോക്കണം. എന്നതിന് ശേഷം മാത്രമേ എക്സാമിലേക്ക് കടക്കാവൂ. തുടർന്ന് ക്യാമറയും ഓപ്പൺ ആകും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ക്യാമറയിൽ ഒരാളിലധികം വരുന്നുണ്ടോ എന്നോ മുഖം തിരിച്ച് ക്യാമറയിൽ വരുന്നു എന്നൊക്കെ ശ്രദ്ധിക്കണം. ഇതൊന്നും പാടില്ല. മറ്റൊരാൾ നമ്മുടെ ക്യാമറയിലേക്ക് കടന്നു വന്നാലോ മുഖം തിരിക്കുകയോ ഒക്കെ ചെയ്താലോ നമ്മൾ പെട്ടെന്ന് ഈ പരീക്ഷ നടത്തിപ്പിൽ നിന്ന്, പരീക്ഷാ രീതിയിൽ നിന്നൊക്കെ നമ്മൾ പുറത്തു പോകേണ്ടി വരും. അതുകൊണ്ട് കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചു വേണം ക്യാമറയ്ക്ക് മുമ്പിൽ നേരെ ഇരിക്കാൻ. തുടർന്ന് 50 ക്വസ്റ്റ്യനുകൾ നമ്മുടെ സ്ക്രീനിൽ തെളിയും. ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ മാത്രം ക്ലിക്ക് ചെയ്യുക. ഒന്നാമത്തെ ആൻസറിൽ എ, ബി, സി, ഡി എന്നീ 4 കാറ്റഗറികൾ ഉണ്ടാകും. അതിൽ സി ആണെങ്കിൽ സിയിൽ മാത്രം ക്ലിക്ക് ചെയ്യുക. തുടർന്ന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് ക്ലിക്ക് ചെയ്യുക. അവിടെ ആൻസർ ഏതാണെന്ന് നമുക്ക് തോന്നുന്നു അതിൽ മാത്രം ക്ലിക്ക് ചെയ്തതിന് ശേഷം അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകുക. ഇതിനിടയ്ക്ക് എന്തെങ്കിലും തെറ്റുകൾ വന്നാലോ നമ്മുടെ ക്യാമറയിൽ നിന്ന് മുഖം ഒന്ന് മാറിപ്പോയാലോ ഒക്കെ അവിടെ റെഡ് മാർക്കിൽ സൂചനകൾ നമുക്ക് നൽകുന്നുണ്ടാകും. അത് മനസ്സിലാക്കി താഴെ അണ്ടർസ്റ്റുഡ് എന്ന് കാണാം. ഈ അണ്ടർസ്റ്റുഡ് ക്ലിക്ക് ചെയ്താൽ വീണ്ടും നമ്മൾ പഴയതുപോലെ ക്വസ്റ്റ്യൻസിലേക്ക് എത്തിച്ചേരും. നിങ്ങൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പരീക്ഷയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ മെസ്സേജോട് കൂടിയ ഒരു വിൻഡോ ആയിരിക്കും അവസാനമായി ഓപ്പൺ ആകുക. അതിൽ നിങ്ങൾക്ക് ലഭിച്ച മാർക്കിന്റെ പെർസെന്റേജ് സഹിതം ഡിസ്പ്ലേയിൽ വരും. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഗോ ടു ഡാഷ്ബോർഡ് എന്നാണ് കാണുന്നത്. ഈ ഡാഷ്ബോർഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഡാഷ്ബോർഡില് നമുക്ക് ലഭിച്ച സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ ഉണ്ടാകും. 15 ദിവസത്തിനകം തന്നെ ഈ നിർദ്ദേശങ്ങൾ പാലിച്ച് നമുക്ക് നമ്മുടെ മെയിൻ എക്സാം സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് മുമ്പിൽ മെയിൻ എക്സാം സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയതോടുകൂടി നമ്മൾ ഒരു SSCയുടെ ഫ്രാഞ്ചൈസി ഓണർ ആയിരിക്കുകയാണ്. ഭാരതത്തിലെ ഏറ്റവും പുതുമയുള്ള, ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വെബ് പോർട്ടലിൽ നമ്മളും ഭാഗമായിരിക്കുകയാണ്. നമ്മളും ഒരു സംരംഭകനായിരിക്കുകയാണ്. വീണ്ടും നമുക്ക് സമത്വ സർവീസ് സെന്ററിന്റെ അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.